അബ്ദുൾ റഷീദിന്റെ അഭിവാദ്യങ്ങൾ. രണ്ടായിരത്തി 2026 ഏറ്റവും വലിയ വാർത്ത ഏതാണെന്ന് ചോദിച്ചാൽ കേരളം മാത്രം ശ്രദ്ധിച്ചല്ല, ലോകത്തെ മലയാളികൾ ഉള്ളിടത്ത് മുഴുവൻ വളരെ ആവേശപൂർവ്വം അഭിമാനത്തോടെ തലയുയർത്തി ഒരു 4 മണിക്കൂറുകൾ ലോകത്തെ മുഴുവൻ മലയാളികൾ ആസ്വദിച്ച വാർത്ത ബഹുമാനിയായ വടകരയുടെ ജനകീയ MLA നവമാധ്യമങ്ങളിൽ കുറിച്ചതുപോലെ നന്ദി കേരളമേ 6 റൌണ്ട് കൊടുത്തൊരു പ്രഹരം അല്ലെ എന്ന് പറയുന്ന ഒരു അഭിമാനകരമായ പോരാട്ടത്തിന് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഭാഗവാക്കാവാൻ കഴിഞ്ഞ അഭിമാന ബോധത്തോടുകൂടി തന്നെയാണ് ഈ വള്ളിക്കാവിലേക്ക് കഴിഞ്ഞ കടന്നു വന്നത്. ഒരുപക്ഷെ ആ പോരാട്ടം, ആ ഉജ്ജ്വലമായൊരു പോരാട്ടത്തിന്റെ സമർപ്പണം അനശ്വരനായ ധീരനായ കേരളത്തിന്റെ രക്തസാക്ഷി മഹാനായ TP ചന്ദ്രശേഖരന്റെ പാതാള ബിംബത്തിനകത്ത് സമർപ്പിക്കുകയാണ്. ഒരുപക്ഷെ ജീവിച്ചിരുന്നെങ്കിൽ ഈ നാടിന്റെ ജനാധിപത്യ പോരാട്ടങ്ങൾക്ക്, ജനാധിപത്യ സമരങ്ങൾക്ക്, അവകാശങ്ങൾക്ക് നമ്മളോടൊപ്പം നമ്മുടെ ഏറ്റവും മുമ്പിൽ നിന്ന് നയിക്കേണ്ടിയിരുന്ന ജനകീയനായ ഈ നാടിന്റെ ജനനായകൻ, നമുക്കറിയാം റിസൾട്ട് വന്ന ഇതുപോലെ ഒരു മെയ് 4 രാത്രിയിൽ ഈ നാടിൽ നിന്ന് വിട പറഞ്ഞുപോയ, നമ്മിൽ നിന്ന് പറിച്ചെടുത്ത, അങ്ങനെ വേണമെങ്കിൽ പറയാം, പറിച്ചെടുത്ത പ്രിയപ്പെട്ട ചന്ദ്രശേഖരന്റെ രക്തസാക്ഷിത്വം. ഞാൻ ആ രക്തസാക്ഷിത്വത്തിന്റെ ദിനത്തിൽ ഇവിടെ വന്നൊരാളാണ്. ആ രക്തസാക്ഷിത്വത്തിന് ശേഷം ഈ വടകരയിലും പരിസര പ്രദേശങ്ങളിലും ഏറ്റവും കൂടുതൽ പാർട്ടി യോഗങ്ങളിലും UDF വേദികളിലും രാഷ്ട്രീയ യോഗങ്ങളിലും ആ രക്തസാക്ഷിത്വത്തിന്റെ അതിവൈകാരികതയെപ്പറ്റി നിരന്തരം സംസാരിച്ച ഒരാളാണ്. ചന്ദ്രശേഖരന്റെ ജീവിതത്തെ ഏറ്റവും നന്നായി പഠിക്കുകയും ആ രക്തസാക്ഷിത്വത്തെ ഈ നാടിന്റെ മുമ്പിൽ ഏറ്റവും നന്നായി അവതരിപ്പിക്കാനും ശ്രമിച്ച ഒരാളാണ്. ധർമ്മടത്തത് കേവലം ഒരു രാഷ്ട്രീയ പോരാട്ടം മാത്രമായിരുന്നില്ല, ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം മാത്രമായിരുന്നില്ല. കഴിഞ്ഞ 10 വർഷക്കാലമല്ല 6 പതിറ്റാണ്ടുകാലം ഈ കേരളത്തിൽ പിണറായി പാറപ്പുറം തൊട്ട് ലോക മലയാളികൾ ഉള്ളിടത്ത് മുഴുവൻ, ഞാനത് പറയാൻ കാരണം പ്രവാസ ലോകത്ത് പോയി പ്രവാസികളെയും പറ്റിച്ച ഒരാളാണ്. 6 മാസക്കാലത്തെ ശമ്പളം കോവിഡ് കാലത്ത് വീട്ടിൽ കൊണ്ടുതരാമെന്ന് പറഞ്ഞ് ലോകത്തെ, ഇതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ മാത്രമല്ല അറബ് രാഷ്ട്രങ്ങളിൽ വരെ പോയിട്ട് മലയാളികളെ പറ്റിച്ച ഒരാളാണ്. എല്ലാ ക്രൂരതയുടെയും സകല ഫാസിസത്തിന്റെയും അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും ദാർഢ്യത്തിന്റെയും പ്രതിരൂപത്തിനെതിരെയായിരുന്നു ധർമ്മടത്തെ പോരാട്ടം. ധർമ്മടം പിണറായി പാറപ്പുറം എന്ന് പറയുന്നത് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദയം കൊണ്ടൊരു മണ്ണാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദകക്രിയ നടത്താനാണ് അതേ പിണറായി പാറപ്പുറത്ത് ജനിച്ച സഖാവ് പിണറായി വിജയൻ ഈ കഴിഞ്ഞ 6 പതിറ്റാണ്ടുകാലം കേരളത്തിനകത്ത് പ്രവർത്തിച്ചത്. എത്രയോ നല്ല മഹാരഥന്മാരായ ആളുകൾ നയിച്ച ഒരു പ്രത്യയശാസ്ത്രത്തെ, ഒരു പ്രസ്ഥാനത്തെ സ്വന്തം വ്യക്തി താൽപര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി, കുടുംബ താൽപര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച ഒരു മനുഷ്യന്റെ രാഷ്ട്രീയ പതനത്തിന് ആ ധർമ്മടത്തും അതിന്റെ ഒരു പ്രകമ്പനമുണ്ടായി എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. 1ാം റൌണ്ടിൽ, 2ാം റൌണ്ടിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ആ സമയത്ത് 1ാം റൌണ്ടിൽ 4000 വോട്ട് ലീഡാണ് പിണറായി വിജയൻ. 2ാം റൌണ്ടിൽ അത് 6000 ആണ്. 3ാം റൌണ്ടിൽ അത് 10,000 എടുക്കുന്നു. 4, 5, 6 റൌണ്ട് കഴിഞ്ഞപ്പോ 20,000 വോട്ടിന്റെ ലീഡ്. കാരണം ഒരിക്കലും UDF ഭരിച്ചിട്ടില്ലാത്ത, പഞ്ചായത്ത് തുടങ്ങിയത് മുതൽ ഇടതുപക്ഷം, ശിഷ്യ CPIM മാത്രം ഭരിച്ചിട്ടുള്ള പഞ്ചായത്തുകളിലാണ് അതിശക്തമായ ഒരു മുന്നേറ്റം. ചെമ്പിലോട്, വേങ്ങാട്, അഞ്ചരക്കണ്ടി, അതുപോലെ തന്നെ പിണറായി വിജയന്റെ വീടിരിക്കുന്ന വേങ്ങാട് പഞ്ചായത്തിൽ കയറിയപ്പോൾ പോലും പിണറായി വിജയന് ലീഡ് പിടിക്കാൻ സാധിക്കാത്ത വിധമുള്ള ഒരു പ്രഹരമാണ്. ആവർത്തിച്ച് പറയുന്ന ബഹുമാനിയായ KK രമയുടെ ഭാഷ ഉപയോഗിച്ച് ഒരു പ്രഹരമാണ്. ജനം മുഖമടച്ചു കൊടുക്കുകയായിരുന്നു പിണറായി വിജയൻ. ആരാണ് കുലം കുത്തി, കുലത്തെ കുത്തി നശിപ്പിക്കുന്നവൻ, യഥാർത്ഥ കുലം കുത്തി അത് പിണറായി വിജയനാണെന്ന് ധർമ്മടത്ത് CPIM വോട്ട് ചെയ്തിട്ട് പറയുകയായിരുന്നു.
ചന്ദ്രശേഖരനെ അപമാനിച്ചതിന്, അവഹേളിച്ചതിന്, മരണവാറന്റിൽ ഒപ്പിട്ടതിന് ആ നാട് കൊടുത്ത ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ്. തീർച്ചയായിട്ടും ഇവിടെ ഒന്നും അവസാനിക്കില്ല. ചെയ്ത സകല തെറ്റുകൾക്കും സകല ക്രൂരതകൾക്കും ഭരണപരമായി കാണിച്ച അഹങ്കാരത്തിനും ധിക്കാരത്തിനും ഈ കേരളം ഇനിയും മറുപടി കൊടുക്കാൻ പോകുന്നതേ ഉള്ളൂ. ഒരക്ഷരം മിണ്ടാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ വിമാനത്താവളത്തിലെങ്ങാനും പോകുമ്പോൾ പാർട്ടി സെക്രട്ടറിയോട് ചോദിക്കുക, ഒരു അക്ഷരമാണ് ഈ സമയം വരെ പിണറായി വിജയൻ ഒന്ന് ഉരിയാടിയത്. നാവ് തുറന്നൊന്ന് സംസാരിക്കാൻ പിണറായി വിജയൻ സാധിച്ചു.